വിശുദ്ധിയുടെ വഴികളിൽ. റവറൻഡ് ഡോക്ടർ സേവിയർ ജെ പുത്തൻകളം. വിശ്വാസത്തിന്റെ അനന്തമായ ലോകത്ത് ചില ജീവിതങ്ങൾ പ്രകാശഗോപുരങ്ങളായി നിലകൊള്ളുന്നു. ചില ജീവിതങ്ങൾ വഴികാട്ടികളായി തിളങ്ങി നിൽക്കുന്നു, മറ്റുള്ളവർക്ക് വെളിച്ചം പകരുന്നു. 50 വർഷത്തെ വൈദിക ശുശ്രൂഷയിലൂടെ യഥാർത്ഥത്തിൽ ഒരു ദാനവും രഹസ്യവുമായി മാറിയ ഒരിടയന്റെ ജീവിതത്തിലേക്ക്. കുട്ടനാട്ടിലെ കണ്ണാടി എന്ന ആൽത്തൊട്ടിലരികിലെ ഗ്രാമത്തിൽ സേവിയർ അച്ഛൻ ജനിച്ചു. വിശ്വാസത്തിൽ ആഴത്തിൽ വേരൂന്നിയ ഒരു കുടുംബം. അപ്പൻ ജോസഫ് സാറും അമ്മ അന്നമ്മയുമായിരുന്നു. ഭക്തിയിലും വിദ്യാഭ്യാസത്തിലും മാതൃകയായിരുന്നു ഈ ദമ്പതികളുടെ കുടുംബം. 9 മക്കളെ ദൈവഭയത്തിലും സമർപ്പണത്തിലും വളർത്തി. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ തങ്ങളുടെ 9 മക്കളിലും ദൈവത്തിലുള്ള അഗാധമായ വിശ്വാസം വളർത്തി. അത് അസാധാരണമായ ഒരു പാരമ്പര്യത്തിലേക്ക് നയിച്ചു. അദ്ദേഹത്തിന്റെ 4 സഹോദരിമാർ സന്യാസ ജീവിതം സ്വീകരിച്ച് കാർമലേറ്റ് കന്യാസ്ത്രീകളായി. അദ്ദേഹവും വൈദികനായി. സിസ്റ്റേഴ്സ് കാതറിൻ CMC, അൽഫോൺസ CMC, മരിയ CMC, ഫെലീഷ്യ CMC എന്നിവർ ഈ കുടുംബത്തിന്റെ ആത്മീയ സമ്പന്നതയുടെ തെളിവായി നിലകൊള്ളുന്നു. ചെറുപ്പം മുതലേ പ്രാർത്ഥനയിലും വിശുദ്ധ കുർബാനയിലും പങ്കെടുത്തുകൊണ്ടും അച്ചായനും അമ്മച്ചിയും അദ്ദേഹത്തിന് വിശ്വാസത്തിന്റെ ആദ്യ പാഠങ്ങൾ പകർന്നു നൽകി. ഈ ആത്മീയ പശ്ചാത്തലമാണ് അദ്ദേഹത്തിന്റെ വൈദിക വിളിക്ക് അടിത്തറയിട്ടത്. മംഗലപ്പുഴ സെമിനാരിയിലെ പഠനകാലത്ത് ഒന്നിച്ചു പ്രവർത്തിച്ച സൗഹൃദങ്ങളുടെ കഥ പറയാനുണ്ട് അദ്ദേഹത്തിന്. 1975 ആലുവ സെമിനാരിൽ പഠിച്ച് പട്ടം വാങ്ങിച്ചുകൊണ്ട് പോയതാണ്. പിതാവ് എൻ്റെ 2 വർഷത്തെ ജൂനിയറാണെന്നാണ് എൻ്റെ ഓർമ്മ. ഫിലോസഫിയിലും ഒന്നിച്ചുണ്ടായിരുന്നു, മംഗലപ്പുഴയിൽ ഒന്നിച്ചുണ്ടായിരുന്നു. പിന്നെ ആ കൂട്ടത്തിൽ പ്രേക്ഷിതകാലത്തിൽ ഒന്നിച്ച് വർക്ക് ചെയ്തു. ആ കൂട്ടത്തിൽ അങ്ങനെയാണ് ഞാൻ എഴുത്തുകാരനായി മാറിയത്. എൻ്റെ പ്രാഥമിക ഘട്ടമായിരുന്നു. സേവിയർ അച്ഛനായിട്ടുള്ള പരിചയം, ആള് ഇപ്പോഴത്തെ പോലെ തന്നെ അന്നും നല്ല സുന്ദരനായിരുന്നു. 1970 ഞാൻ കർമ്മലഗിരി സെമിനാരി ചെല്ലുമ്പോൾ എൻ്റെ സീനിയർ ബാച്ചായിട്ട് സേവിയർ അച്ഛനുണ്ട്. അന്ന് തന്നെ ഞാൻ വല്ല ബാസ്കറ്റ് ബോളൊക്കെ കളിച്ച് നടക്കുന്ന ഒരാളാണ്. പക്ഷേ മംഗലപ്പുഴ സെമിനാരിയിൽ വന്നപ്പോൾ എന്നെ സേവിയർ അച്ഛനാണോ എന്നറിയില്ല, പ്രേക്ഷിത കേരളം മാസികയുടെ എഡിറ്റോറിയൽ ബോർഡിൽ എന്നെ എടുത്തു. പിന്നെ എനിക്ക് മാർഗദർശകനായിട്ടുള്ളത് സേവിയർ അച്ഛനാണ്. അതിൽ എനിക്ക് കിട്ടിയ പ്രധാന പണി ഒന്ന് പ്രേക്ഷിത കേരളം മാസികയ്ക്ക് പരസ്യം പിടിക്കലാണ്. സേവിയർ അച്ഛനൊക്കെയാണ് ഇതിൻ്റെ ആർട്ടിക്കിൾസൊക്കെ എഴുതുന്നതും അതിന് ദിശാബോധം കൊടുക്കുന്ന നേതാക്കന്മാരിൽ സേവിയർ അച്ഛനാണ്. ആദ്യകാല ഇടയ ശുശ്രൂഷകൾക്ക് ശേഷം ഫാദർ സേവിയർ ബെൽജിയത്തിലെ പ്രശസ്തമായ ലൂവെയിൻ യൂണിവേഴ്സിറ്റിയിൽ ഉന്നത പഠനത്തിനായി യാത്ര തുടങ്ങി. അവിടെ അദ്ദേഹം മതാനുഭവവും വിശ്വാസവും എന്ന വിഷയത്തിൽ ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടി. ആ പഠനത്തിലേക്കും വിഷയത്തിലേക്കും അച്ഛനെ നയിച്ചത് ആദരണീയനായ റവറൻഡ് ഡോക്ടർ സിറിയക് കാണിച്ചായ CMI എന്ന ഗുരുഭൂതനാണ്. ഒരു സെമിനാരി വിദ്യാർത്ഥി ആയിരുന്ന കാലം മുതൽ ആലുവ സെമിനാരിൽ ഞാൻ പഠിപ്പിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. എപ്പോഴും താൻ വളരണമെന്നും തൻ്റെ വളർച്ച മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുത്തുന്ന രീതിയിലായിരിക്കണം എന്നും നിർബന്ധമുള്ള ഒരു വ്യക്തിയായിരുന്നു ചെറുപ്പത്തിലെ സേവിയർ അച്ഛൻ. ഞാൻ പഠിപ്പിച്ചിരുന്ന കാലത്ത് ഗബ്രിയേൽ മെർസലിനെ കുറിച്ച്, ഫ്രഞ്ച് ചിന്തകനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഒരു വിദ്യാർത്ഥിയായിരുന്ന അദ്ദേഹം ഒരു ആർട്ടിക്കിൾ എഴുതി എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ആ കാലത്ത് സെമിനാരി വിദ്യാർത്ഥികളൊക്കെ ആർട്ടിക്കിൾ എഴുതാൻ മാത്രം ആയിട്ടില്ല, അവർ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്താൽ മതി എന്നായിരുന്നു പൊതുവെ സെമിനാരിയിലുള്ള അച്ഛന്മാരുടെയൊക്കെ മനോഭാവം. ഞാൻ അദ്ദേഹത്തിലുള്ള ദാർശനികമായിട്ടുള്ള പ്രതിഭ കണ്ടറിഞ്ഞ് അത് പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല അത് ദീപനാളത്തിലേക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങൾക്കൊക്കെ അത്ഭുതം ജനിപ്പിക്കുമാറ് പിറ്റേ ആഴ്ച തന്നെ അത് പത്രത്തിൽ വന്നു.
അദ്ദേഹത്തിന്റെ ബുദ്ധിപരമായ അന്വേഷണങ്ങൾ ക്രൈസ്തവ ഐക്യത്തിനും മതങ്ങൾ തമ്മിലുള്ള സംവാദത്തിനും നിർണായകമായ മേഖലകളിലേക്ക് വ്യാപിച്ചു. ഈ വിഷയത്തിൽ അദ്ദേഹം നിരവധി പുസ്തകങ്ങളും ലേഖനങ്ങളും രചിച്ചിട്ടുണ്ട്. സീറോ മലബാർ സഭയുടെ എക്യൂമെനിക്കൽ കമ്മീഷന്റെ സെക്രട്ടറിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. വ്യത്യസ്ത മതങ്ങളോടും സംസ്കാരങ്ങളോടുമുള്ള അദ്ദേഹത്തിന്റെ തുറന്ന സമീപനം എപ്പോഴും ശ്രദ്ധേയമായിരുന്നു. എല്ലാത്തിനും മുകളിലായി സ്നേഹവും സാഹോദര്യവുമാണ് വലുതെന്ന് അദ്ദേഹം തന്റെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചു. സേവ്യറച്ചനായിട്ട് 57 കൊല്ലം മുമ്പ് തുടങ്ങിയുള്ളൊരു ബന്ധവും സ്നേഹമാണ്. ഞാൻ പലപ്പോഴും പട്ടം കിട്ടി റബ്ബ് പോലായി പലപ്പോഴും അച്ഛനെ കാണാൻ പോകാറുണ്ട്. കാര്യം അത് നമ്മൾ സെമിനാരി എന്ന് പറയുമ്പോൾ 400-500 ബ്രദേഴ്സ് പഠിക്കുന്നതാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ തന്നെ ബ്രദേഴ്സ് തമ്മിൽ സ്നേഹബന്ധമുണ്ട്, ഒരു ഇൻറ്റിമസി എന്ന് പറയില്ലേ. അപ്പോൾ അങ്ങനെ കീപ്പ് ചെയ്തുള്ളൊരു ബന്ധമാണ് സേവ്യറച്ചൻ എന്നുള്ളത്. അദ്ദേഹത്തിന് ചില പ്രിൻസിപ്പിളുണ്ട്. ആ പ്രിൻസിപ്പിൾസിൽ നിന്ന് ഒരിക്കലും പിൻവാങ്ങാത്തൊരു പ്രകൃതി, അതാണ് അച്ഛനെ പറ്റി എനിക്ക് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ആക്സിഡൻ്റൊക്കെ ഉണ്ടായതും വിദേശത്ത് പോയതും പുസ്തകം എഴുതി പ്രചരിപ്പിച്ചതൊക്കെ ഞാൻ വളരെ അഭിമാനത്തോടെ. ഫാദർ സേവിയറിന്റെ ശുശ്രൂഷകൾ അക്ഷീണമായ സമർപ്പണത്താൽ അടയാളപ്പെടുത്തപ്പെട്ടു. ഒരു അധ്യാപകൻ, ശക്തനായ ധ്യാന പ്രസംഗകൻ, സ്നേഹസമ്പന്നനായ ഒരു ഇടവക വികാരി എന്നിങ്ങനെ വിവിധ നിലകളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. അദ്ദേഹത്തിന്റെ ദർശനവും അചഞ്ചലമായ പ്രതിബദ്ധതയും ഏറ്റുമാനൂരിലെ ക്രൈസ്റ്റ് ദ കിങ് പള്ളിയുടെ മഹത്തായ നിർമ്മാണത്തിന് വഴിയൊരുക്കി. ഈ പള്ളിയുടെ നിർമ്മാണം ഒരു വിശ്വാസ ദീപമായി ഇന്നും നിലനിൽക്കുന്നു. കുറുമ്പനാടത്ത് ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് അഭിമാനകരമായ ഒരു സ്കൂൾ കെട്ടിടത്തിന്റെ അതിവേഗ നിർമ്മാണത്തിന് അദ്ദേഹം നേതൃത്വം നൽകി. ആരെയും സമീപിച്ചുകൊണ്ട് ഫണ്ട് കണ്ടെത്താനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഇന്നും ഒരത്ഭുതമായി കണക്കാക്കപ്പെടുന്നു. ഓരോ ഇടവകയിലും അദ്ദേഹം ഒരു പിതാവിനെ പോലെയായിരുന്നു. ജനങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ ആവശ്യങ്ങളിൽ ശ്രദ്ധാലുവായിരുന്നു. അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ നിരവധി കുടുംബങ്ങൾക്ക് ആശ്രയമായി. ഫാദർ സേവിയറിനെ അറിയുന്നവർ അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ ഗുണങ്ങളെക്കുറിച്ച് നിരന്തരം സംസാരിക്കുന്നു. അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചിട്ടുള്ള, കഴിഞ്ഞ 50 വർഷക്കാലം കാത്തു സൂക്ഷിച്ചിട്ടുള്ള മൂല്യങ്ങൾ, ഒരു ഇൻറ്റഗ്രിറ്റി ഓഫ് ലൈഫ്, പ്രീസ്റ്റ്ഹുഡിൽ പൗരോഹിത്യത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ബോധ്യങ്ങൾ, ആഴമേറിയ വിശ്വാസം, ദൈവജനത്തോടുള്ള സ്നേഹം, സമർപ്പണബോധം, അവയെല്ലാം പുതിയ തലമുറയ്ക്ക് വലിയ മാതൃക നൽകുന്നൊരു കാര്യമാണ്. നല്ല ആടുകളെ സ്നേഹിക്കുന്ന ഇടയൻ എന്ന ഉള്ള ആ ഒരു ആശയം അതിൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ വളരെയേറെ അച്ഛനെ പൂർത്തിയാക്കി. അതിൻ്റെ സംതൃപ്തിയോടെയാണ്. പൗരോഹിത്യത്തിൽ നമ്മൾ റിട്ടയർമെൻ്റ് എന്ന് പറയാൻ സാധിക്കില്ലല്ലോ. നിയമപരമായിട്ടുള്ള കാലാവധി പൂർത്തിയായി കഴിയുമ്പോൾ ആ ശുശ്രൂഷ മേഖലയിൽ നിന്ന് താൽക്കാലികമായി എന്ന് വേണം നമ്മൾ പറയാൻ വിരമിക്കുന്നു. പക്ഷേ പൗരോഹിത്യ ശുശ്രൂഷകൾ എന്നും ഏത് വിധത്തിലും തുടരാനായിട്ട് കഴിയും. ഇനി അനൗദ്യോഗികമായിട്ട് ഒരു പ്രത്യേക ശുശ്രൂഷ മേഖല പള്ളിയില്ലെങ്കിലും സന്ദർശകരായിട്ട് വരുന്നവർ, ഇതിനു മുമ്പ് അച്ഛൻ്റെ ശുശ്രൂഷയുടെ ഫലം സ്വീകരിച്ചിട്ടുള്ള ആളുകളുമായിട്ടുള്ള കുടുംബാംഗങ്ങളുമായിട്ടുള്ള ഇടപെടലിലൂടെ എല്ലാം നല്ല വാക്കുകളിലൂടെയും ഇടപെടലുകളിലൂടെയും അച്ഛന് തൻ്റെ സുവിശേഷ പ്രഘോഷണ ദൗത്യം തുടരാൻ കഴിയുമെന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ ആകർഷകമായ പുഞ്ചിരിയും പെരുമാറ്റവും ദയയുള്ള ഹൃദയവും അനേകരുടെ പ്രിയങ്കരനാക്കി മാറ്റി. ആളുകളുമായി ബന്ധപ്പെടാനും ആശ്വാസവും ജ്ഞാനവും പ്രോത്സാഹനവും നൽകാനും അദ്ദേഹത്തിന് സവിശേഷമായ കഴിവുണ്ട്. ദിവസേനയുള്ള വ്യക്തിപരമായ പ്രാർത്ഥനകൾ, ദിനരാത്ര നമസ്കാരം, ജപമാല എന്നിവ അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള ആത്മീയാച്ചടക്കത്തിന് തെളിവാണ്. വൈദികന്റെ ശ്രേഷ്ഠമായ ദൗത്യത്തിലുള്ള തന്റെ ബോധ്യത്തെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് ഓരോ ജോലിയും ഒരു പുണ്യകർമ്മമായി അദ്ദേഹം കണ്ടു. കാലിനേറ്റ പരുക്ക് പോലുള്ള വ്യക്തിപരമായ വെല്ലുവിളികൾക്കിടയിലും അദ്ദേഹം കഷ്ടപ്പാടുകളെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അത് ദൈവത്തിന്റെ ദിവ്യ പദ്ധതിയുടെ ഭാഗമായി കണ്ടു. അദ്ദേഹത്തിന്റെ സ്വാധീനം നേരിട്ടുള്ള ഇടവകാംഗങ്ങൾക്കും അപ്പുറം വ്യാപിച്ചു. നിരവധി ആളുകളെ ദൈവത്തിനായി സമർപ്പിത ജീവിതം തെരഞ്ഞെടുക്കാൻ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. റെവറൻ ഫാദർ ടോം പുത്തൻകളം, സഹോദരിയുടെ മക്കളായ റെവറൻ ഫാദർ സണ്ണി പുത്തൻപുരയ്ക്കൽ, റെവറൻ ഡോക്ടർ ടോമി പുത്തൻപുരയ്ക്കൽ എന്നിവരും
ചങ്ങനാശ്ശേരി അതിരൂപതയിൽ വൈദികരായി സേവനമനുഷ്ഠിക്കുന്നു. അതുപോലെ സന്യാസ സമർപ്പണത്തിലേക്കും പിൻതലമുറയിൽ ദൈവവിളികളുണ്ടായി. അങ്ങനെ കുടുംബത്തിന്റെ പാരമ്പര്യം തുടരുന്നു. സ്നേഹബന്ധങ്ങൾക്ക് അദ്ദേഹം വലിയ പ്രാധാന്യം നൽകി. എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ പുത്തൻകുളം കുടുംബമാണ്. ഞങ്ങൾ കൊച്ചു പ്രായം മുതൽ ഞാൻ എപ്പോഴും കുട്ടപ്പൻ എന്നാണ് ഞാൻ വിളിക്കുന്നത്. പിന്നെ ഞാനും കുട്ടപ്പനുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു സഹോദരനും എന്നുള്ള ബന്ധത്തേക്കാൾ ഒരു കൂട്ടുകാരൻ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഒന്നിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. കൊച്ചു പ്രായത്തിൽ ക്രിസ്മസ് ക്രിബെല്ലാം ഉണ്ടാക്കും, പടക്കം വാങ്ങിക്കും. അപ്പോൾ പിന്നെ അതെല്ലാം അമ്മച്ചിയും മച്ചാനെയും ഒക്കെ കുറച്ചൊക്കെ ചൂഷണം ചെയ്താണ് കാശുണ്ടാക്കുന്നത്. അവരൊക്കെ ഈ പടക്കം വാങ്ങിക്കുന്നതിനൊക്കെ എതിരാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞങ്ങളുടെ ആഗ്രഹത്തിന് കുറച്ച് പടക്കമൊക്കെ ബീഡിപ്പടക്കമൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇടും. പിന്നെ കുറച്ച് മത്താമ്പും തൂത്തിരിയൊക്കെ അത് കുറവാണ്, പടക്കമാണ് കൂടുതൽ വാങ്ങിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നു. അതിന് അച്ചായനത് ഞങ്ങൾ തങ്ങളുടെ സൗഹൃദം വളർത്താനായിട്ട് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ദൈവം തനിക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനം സ്നേഹബന്ധങ്ങളാണെന്ന് അദ്ദേഹം പലപ്പോഴും പറയുമായിരുന്നു. പിന്മുറക്കാർക്ക് എപ്പോഴും മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്ന അപ്പാപ്പനച്ഛനാണ് അദ്ദേഹം. റവറന്റ് ഡോക്ടർ സേവ്യർ ജെ പുത്തൻകളം പൗരോഹിത്യത്തിന്റെ സുവർണ ജൂബിലി 2025 ജൂലൈ 24 ചങ്ങനാശ്ശേരിയിലെ സെന്റ് മേരീസ് കത്തീഡ്രലിൽ ആഘോഷിക്കുമ്പോൾ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശദീകരിച്ചതുപോലെ പൗരോഹിത്യം ഒരു ദൈവിക ദാനവും അളക്കാനാവാത്ത ഒരു രഹസ്യവുമാണ് എന്നതിൻ്റെ സാരാംശം അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതം നമ്മെ കാണിച്ചു തരുന്നു. വിവിധ സാഹചര്യങ്ങളിലും എല്ലാ വിഭാഗം വിശ്വാസികൾക്കിടയിലും അർത്ഥവത്തായ ഇടപെടലുകളിലൂടെ പൗരോഹിത്യ അഭിഷേകം ഫലം പുറപ്പെടുവിക്കുന്നു എന്നതിന് അദ്ദേഹത്തിൻ്റെ ജീവിതം ശക്തമായ ഒരു തെളിവാണ്. ക്രിസ്തുവിനെയും അവിടുത്തെ സഭയെയും അദ്ദേഹം യഥാർത്ഥത്തിൽ പ്രതിനിധീകരിക്കുന്നു. ആത്മീയ മാർഗനിർദ്ദേശവും ആശ്വാസവും നേതൃത്വം നൽകുന്നു. ഈ ജൂബിലി ആഘോഷം അദ്ദേഹത്തിന്റെ 50 വർഷത്തെ നിസ്വാർത്ഥ സേവനത്തിനുള്ള ആദരവാണ്. എല്ലാം വെല്ലുവിളികളിലൂടെയും വിജയങ്ങളിലൂടെയും ഫാദർ സേവിയർ ഒരു അചഞ്ചലനായ ദാസനായി നിലകൊണ്ടു. സ്നേഹവും ജ്ഞാനവും പ്രസരിപ്പിച്ചു. ദൈവത്തിനും മനുഷ്യരാശിക്കും വേണ്ടി സമർപ്പിച്ച ഒരു ജീവിതം യഥാർത്ഥത്തിൽ ഒരു അഗാധമായ ദാനവും രഹസ്യവുമാണെന്ന് അദ്ദേഹത്തിന്റെ യാത്ര നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അത് തലമുറകളെ പ്രചോദിപ്പിക്കുകയും മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്നു.